ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ ഒരു പ്രഭാത വീഡിയോ ആണ് കേട്ടോ. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിക്ക് വന്ന് ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഓണാക്കിയാണ്ട് ചായക്കുള്ള വെള്ളം വെച്ച് കുറച്ച് കടല കുതിർത്തിയിട്ടുണ്ട് കേട്ടോ. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം ഒന്ന് രാവിലെ പുട്ടും കടല ഉണ്ടാക്കാമെന്ന് കരുതിയാണ്ട് അങ്ങനെ ഇട്ട് വെച്ചതേനു. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കർക്കൊക്കെ ഇടണം. അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. നന്ന സുബഹിയാണ് കേട്ടോ. ഒരു അഞ്ചര സമയമൊക്കെ ആയിക്കണം. അപ്പോൾ പുറത്ത് കണ്ടില്ല, നല്ല ഇരുട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കണം. നല്ല കഴുകി വൃത്തിയാക്കിയ കടലൊക്കെ ഇതാ കുക്കർക്ക് ഇട്ട് കൊടുക്കണം. കടല മാത്രം ഇട്ടാൽ കറിയാവില്ലല്ലോ. അപ്പം അതിക്കുള്ള സവാളയും തക്കാളിയും ഉരുളൻകിഴങ്ങും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കാണാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്കിപ്പം കാണിച്ചു തന്നിട്ടുള്ളൂ. ഇനി അതൊക്കെ ഇട്ട് കൊടുക്കണ കലാപരിപാടി വേറെയാണ്. അപ്പോൾ നമ്മുടെ ചായൻ്റെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും പാടാവട്ടെ, മൂടി വെച്ച്. ഇപ്പം ശരിക്കും തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ബോച്ചോൻ്റെ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക ചായക്ക്, വെള്ളത്തിൽ കേട്ടോ. അത് 2 സ്പൂണാണ് ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ചായ നല്ല ഉഷാറിലും തിളച്ച് ചായൻ്റെ കളറാണായിട്ട് വന്നതാണ്. അപ്പം ഇനി നമ്മുടെ ചായൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റട്ടോ. ഇനി അടുപ്പിലേക്ക് അരങ്ങേറി വരുന്നത് നമ്മുടെ കുക്കറാണ്. ഉള്ളിയൊക്കെ കട്ട് ചെയ്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിക്കിട്ടോ. മസാലകളൊക്കെ ചേർത്തിക്കണം. അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതാണ് ലാസ്റ്റ് നമ്മൾ ചിക്കൻ മസാല കുറച്ച് ചേർക്കണ്ട കേട്ടോ, കറിക്ക് ടേസ്റ്റ് കൂടാൻ. പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കലില്ല, വല്ലാതെ ആർക്കും എരിവ് ഇഷ്ടമല്ല. അപ്പോൾ ചിക്കൻ മസാലയിൽ തന്നെ അത്യാവശ്യം എരിവുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കുക്കർ അങ്ങനെ അടുപ്പത്ത് വെച്ചിക്കണം. അതങ്ങനെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ കൂക്കിക്കോളും. നമുക്കതങ്ങനെ കേട്ടാസ്വദിക്കാം. അപ്പോൾ നമ്മൾ അടുക്കളേൻ്റെ വാതിലൊക്കെ തുറന്ന് ഞാനിതാ ഇങ്ങനെ പോവുകയാണ്. പുറത്തൊരു റൂമുണ്ട്. ഇവിടെ എന്താ പരിപാടി നോക്കാം. ഇവിടെയാണ് നമ്മുടെ മാവിൻ്റെ പരിപാടി നടക്കണം. മാവ് അരക്കാനുണ്ട്. തലേന്ന് രാത്രി അരി കുതിർത്തി വെച്ചിന്, വെള്ളത്തിട്ട് വെച്ചിന്. അപ്പോൾ ഞാനിങ്ങനെ രാത്രി പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി, നമുക്കൊരു ഹെൽപ്പിനൊരു ചേച്ചി വരലുണ്ട് കേട്ടോ. ചേച്ചി അരിയൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനും ചേച്ചിയും പാടിയും പിടിച്ചാണ്ടാണ് ചട്ടി പുറത്തേക്ക് കൊണ്ടുപോയത്. ചേച്ചിയെല്ലാം നന്നായിട്ട് കേക്ക് വൃത്തിയാക്കും നമ്മുടെ അരി. മോനിക്ക് രാവിലെയാണ് മദ്രസ്. അപ്പോൾ അവനക്കുള്ള ചായ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ അങ്ങനെ ഇറക്കി വെച്ചേക്കേനു. മാവരക്കാൻ പോകണോണ്ടാണ് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടേക്കണത്. അപ്പോൾ അവന് ചായ കൊടുത്തിട്ട് വേണം മാവരക്കാനെന്ന് കരുതി നിൽക്കുകയാണ്. അവിടെ ചേച്ചി അരവ് തുടങ്ങിയേക്കണേ. പിന്നെ ചേച്ചിൻ്റെ ആണ്ട് ഒരു സമാധാനമാണ്. കുട്ടികളെയും ഓലെ കാര്യം വേണ്ട നോക്കാം. മോനെ മദ്രസിൽ, അവനക്ക് രാവിലെ മദ്രസാണ്. പിന്നെ മോളുണ്ട്, മോൾക്ക് മദ്രസ ചേർത്തിയിട്ടില്ല, സ്കൂളുണ്ട്. അപ്പോൾ അതിന് ഓളെ വലിയത് ഒരുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. 2 കുട്ടികൾ, അതിൻ്റെ ഇടയിൽ കൂടെ മാവും ഒക്കെയാണ്. അപ്പം ഇനി ചായയൊക്കെ ചൂടാറിയിക്കണം. ഇനി മോനക്ക് കൊടുക്കട്ടെ ചായ. സ്നാക്സ് ആയിക്കാണ് ടൈഗർ ബിസ്ക്കറ്റ് കൊടുത്തേക്കണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ 8:30 ആകുമ്പോൾ മദ്രസയിൽ നിന്ന് വരും. LSSൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് 4ാം ക്ലാസ്സിലാണ് അപ്പോൾ മോന് സ്കൂളിൽ. അപ്പോൾ ഇനി 8:30 വന്നാൽ 9:15 സ്കൂളിലേക്ക് എത്തണം. അപ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ച് ചായയും കടയൊക്കെ കുടിച്ചുകൊണ്ട് പോവാൻ എഴുതിയിട്ടാണ് സ്നാക്സും ചായ ഇപ്പോൾ രാവിലെ മദ്രസക്ക് പോകുമ്പോൾ കൊടുക്കണത്. പിന്നെ ഓനക്കും അത് തന്നെ ഇഷ്ടം, രാവിലെ എന്തായാലും സ്നാക്സ് ആകണം തന്നെ. ചേച്ചി മാവരക്കാൻ തുടങ്ങിയിരിക്കണം. നമുക്ക്
അത്യാവശ്യം ഓർഡറൊക്കെ കിട്ടലുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ മലപ്പുറം തന്നെ, മലപ്പുറം മേൽമുറിയാണ് നമ്മളെ വീട്. അപ്പോൾ ഒരു ദിവസം മഞ്ചേരി റൂട്ട്, അതുപോലെ കൊണ്ടോട്ടി ഭാഗം, ഓരോ ദിവസം ഓരോ ഭാഗത്തേക്ക്, അങ്ങനെ മലപ്പുറം ഊരകം, കൊടൂര്, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ വണ്ടി പോകലുണ്ട്. നമ്മൾ ശരിക്കും മാവ് തുടങ്ങിയിട്ട് 6 മാസമായിക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ അടുത്ത കടകൾ കൂടിയും, അതുപോലെ ഹസ്ബൻഡിൻ്റെ കട ഉണ്ട്, അവിടേനെ കൊടുത്തിട്ടുണ്ടത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇങ്ങനെ ലൈനിൽ കൂടെ വണ്ടി വിട്ടുകാണ്ട് മാവ് കൊടുക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാറ്റർ എന്ന് പറഞ്ഞാൽ 100% ഓർഗാനിക്കാണ്. നമ്മളൊരു ഈസ്റ്റോ അതുപോലെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല നമ്മളെ മാവക്ക്. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് കിട്ടും. മോൻ്റെ ചായയുടെ കഴിഞ്ഞാണ് അവന് മദ്രസക്ക് പോവാണ്. ഈ വണ്ടിയിലാണ് മാവ് കൊണ്ടാവൽ. അപ്പോൾ നമുക്ക് ഇതിനൊരു ഡ്രൈവറുണ്ട്, മാവെല്ലാം എടുത്തു എല്ലാ കടകൾക്കൂടെയും സപ്ലൈ ചെയ്യാൻ. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോ ഇടാനുള്ള ഊർജ്ജം നൽകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നേരൊക്കെ വെളുത്ത് 7 കഴിഞ്ഞിരിക്കണം. നമ്മുടെ മാവിൻ്റെ ഏകദേശം അരവ് കഴിയാനായിരിക്കണം. ഇനി നമുക്ക് ഇൻഷാള്ള കുറച്ച് വലിയൊരു ഗ്രൈൻഡറും പാടി വാങ്ങാണ്ട്, ആവുമ്പാടി ആയാൽ നമ്മളെ ജോലി ഒന്നും പാടി എളുപ്പമാവും. അതുവരെ ചെറിയൊരു പ്രയാസമുണ്ട്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. പാക്കിങ്ങിന് ഹസ്ബൻഡും കൂടി തരലുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളെ പാക്കിങ് വേഗം ആകുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് നിസ്നാജ് ഫുഡ്സാണ്. ഇഡ്ഡലി ദോശ ബാറ്റർ 1 കിലോൻ്റെ പാക്കറ്റാണുള്ളത്. MRP വരുന്നത് നമ്മൾ 65 ഇടുന്നത്. നമ്മൾ കടയിൽ അങ്ങനെ അതിനനുസരിച്ച് കൊടുക്കും, ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന മലപ്പുറത്തുകാർ, മേൽമുറി ഭാഗത്ത് അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കടകളിൽ കൂടെയൊക്കെ കിട്ടുമെന്നാണ് കരുതുന്നത്. ഏകദേശം ഈ ഭാഗത്തു കൂടെയൊക്കെ മലപ്പുറം ഭാഗത്തു കൂടെയൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ ഒന്ന് മാവൊക്കെ വാങ്ങി ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ കമൻറ്റ് ചെയ്യാം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഇനി നല്ലൊരു പ്രൊഡക്റ്റ് ആകണം ആളുകൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയാണ്ട് വീട്ടിലാണല്ലോ ഉണ്ടാക്കുന്നത്, ഒരു കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല പെർഫെക്റ്റ് മാവാണ്. അപ്പോൾ നമുക്ക് അതിൽ 100% ഉറപ്പാണ്, നമുക്ക് അതിലൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് നമുക്കൊരു സൈഡ് എഫക്റ്റ് വരാനുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ പാക്കറ്റ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോലിത്തിരക്കുള്ള പാരൻറ്റിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു മാവ്. അതുപോലെ നമുക്ക് നേരത്തെ കുട്ടികൾ സ്കൂൾക്ക് പോകാനുണ്ടെങ്കിലൊക്കെ ചായക്കടി, രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണമൊക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് എളുപ്പമാണ് ഈ ബാറ്റർ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നിസ്നാജ് ഫുഡ്സിൻ്റെ ഇഡ്ഡലി ദോശ ബാറ്റർ റെഡി ആയിട്ട് വണ്ടിക്ക് കയറ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.